ഓം ശാന്താകാരം ഭുജഗശേനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിമി നവയോഗി സംവാദമാണ് തുടരുന്നത്. നിമി ചക്രവർത്തി വീണ്ടും ചോദിച്ചു, ഭഗവാൻ യുഗം തോറും അവതരിക്കാറുണ്ടല്ലോ, അപ്പോഴൊക്കെ അദ്ദേഹം എന്തെല്ലാം കർമ്മങ്ങളാണ് മുൻപ് അനുഷ്ഠിച്ചിട്ടുള്ളത്, ഇപ്പോഴനുഷ്ഠിക്കുന്നത് അഥവാ ഇനി അനുഷ്ഠിക്കാനിരിക്കുന്നത്, അതൊക്കെ വിശദമായിട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ചക്രവർത്തിയുടെ ഈ 7ാമത്തെ ചോദ്യത്തിന് നവയോഗികളിൽ 7ാമനായിരിക്കുന്ന ദ്രൂമിളൻ ആണ് ഉത്തരം പറയുന്നത്. ബോധരൂപനായിരിക്കുന്ന ഭഗവാൻ ആദ്യന്തരരഹിതനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഗുണപ്രവർത്തനങ്ങളും അനന്തമാണ്. മന്ദബുദ്ധിയായിരിക്കുന്ന ഒരുപക്ഷെ ഈ ഭൂമണ്ഡലത്തിലെ പൊടികൾ എണ്ണി തീർക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ സർവശക്തനായിരിക്കുന്ന ഭഗവാന്റെ അവതാര ലീലകൾ തിട്ടപ്പെടുത്താൻ ആർക്കും തന്നെ സാധ്യമല്ല. അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ബോധസ്വരൂപനും പരമാകാരണ അണുവുമായിരിക്കുന്ന പരമകാരണനുമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ കൽപ്പിച്ചുണ്ടാക്കിയ പഞ്ചഭൂതങ്ങളെ അവലംബിച്ച് വിരാട പുരുഷ ദേഹത്തിന് രൂപം നൽകി. വിവിധ രൂപങ്ങളിൽ കാണപ്പെടുന്ന പ്രപഞ്ചമാകുന്ന സ്വദേഹം സൃഷ്ടിച്ച് എന്ന് താല്പര്യം. എന്നിട്ട് തൻ്റെ ഒരംശം കൊണ്ട് ഈ ദേഹത്തിൽ പ്രവേശിച്ചു. അങ്ങനെ പുരുഷൻ എന്ന് പ്രസിദ്ധനായി തീർന്നു. പുരം പോലുള്ള ദേഹത്തിൽ കടന്നു നിൽക്കുവാൻ എന്താണ് പുരുഷ പദത്തിനർത്ഥം? യഥാർത്ഥത്തിൽ പുരം എന്ന് പറയുന്നത് ഈ ശരീരമാണ്, അഥവാ ഊര്. ഇതിൽ കടന്നിരിക്കുന്ന ഈശ്വര അംശത്തെയാണ് പുരുഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് സ്ത്രീയിലിരുന്നാലും പുരുഷനിലിരുന്നാലും മറ്റ് ജീവജാലങ്ങളിലിരുന്നാലും ഈ പരമമായിരിക്കുന്ന ബ്രഹ്മത്തിന്റെ അംശത്തെയാണ് ഇവിടെ പുരുഷൻ എന്ന് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പ്രപഞ്ചമാകുന്ന സ്വദേഹം സൃഷ്ടിച്ചു ഭഗവാൻ തന്നെയാണ്. ഗുരുവായൂരപ്പന്റെ തന്നെ അപരാശക്തിയാണ് ഈ പ്രകൃതിദത്തമായിട്ട് കിട്ടിയിരിക്കുന്ന നമ്മുടെ ഈ ശരീരം. ആ ശരീരത്തെ ജീവാത്മ ചൈതന്യം കൊണ്ട് സമ്പുഷ്ടമാക്കാൻ വേണ്ടിയിട്ട് അവ്യക്ത സ്വരൂപനായിക്കൊണ്ട് പുരുഷരൂപത്തിൽ ആ ശരീരത്തിൽ ഗുരുവായൂരപ്പൻ തന്നെ പരാശക്തിയായിട്ടാണ് ഓരോ ശരീരത്തിലും ജീവനായിട്ട് വർത്തിക്കുന്നത്. തൻ്റെ ഒരു അംശം കൊണ്ട് ഈ ദേഹത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാബോധനം ച. സർവ പ്രാണികളിലും ജീവാംശമായിട്ട് വർത്തിക്കുന്നത് ഞാൻ തന്നെയാകുന്നു. അത് അവരവരുടെ ഹൃദയകമലത്തിൽ ഇരുന്നു കൊണ്ട് അവർക്ക് അറിവും ഓർമ്മയും മറവിയും ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് വേദസ്വരൂപൻ, വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവ് എന്നാണ് അർത്ഥം. അതിൻ്റെ സ്വരൂപൻ എന്ന് പറഞ്ഞാൽ ആ അറിവിന്റെ സ്വരൂപനാണ് ഭഗവാൻ. അത് ഈ ശരീരം പോലുള്ള അഥവാ ഈ ശരീരത്തിൽ ദേഹത്തിൽ കടന്നു നിൽക്കുവാൻ കടന്നു നിൽക്കുന്നവനെയാണ് ഇവിടെ പുരുഷൻ എന്ന പദത്തിന് അർത്ഥം എന്ന് വീണ്ടും ദ്രൂമിളൻ പറഞ്ഞു. അങ്ങനെ ലോകങ്ങളെല്ലാം ഭഗവാന്റെ ദേഹം തന്നെയാണ്. ദേഹം ധരിച്ചവരുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഭഗവാന്റെ തന്നെ വകയാണ്. എല്ലാവരുടെയും മനസ്സും ഭഗവാന്റെ വക തന്നെ. അപ്പൊ എൻ്റെ എന്ന് പറയാനും ഞാനെന്ന് പറയാനും നമുക്ക് എന്താ അവകാശമുള്ളത്? നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരത്തിന്റെ പോലും നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. നമ്മൾ പറയുന്ന എൻ്റെ എന്ന് പറയുമ്പോഴും എൻ്റെ ശരീരം ഞാൻ എന്ന് പറയുമ്പോഴും ഇതൊന്നും നമ്മുടെ കേമത്വം കൊണ്ട് നമ്മൾ അവകാശം പറയാൻ പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയതൊന്നുമല്ല. ഇത് പ്രകൃതിയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ തന്നെ അപരാശക്തി കൊണ്ട് 24 ഘടകങ്ങളെ ചേർത്തിട്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ അതിനെ സചേതനമാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പന്റെ തന്നെ പരാശക്തിയാണ് ജീവാംശമായിട്ട് ഓരോ ശരീരങ്ങളും വർത്തിക്കുന്നത്. അത് ഒരു ഉറുമ്പിലായാലും ആനയിലായാലും മറ്റു പ്രാണികളിലായാലും ഒരു സസ്യം പുൽക്കൊടി പോലും നിലനിൽക്കുന്നത് ആ ഭഗവാന്റെ അംശം കൊണ്ടാണ്.
ഏകാംശേന സ്ഥിതോ ജഗത്തെന്ന് ഭഗവാൻ ഗീതയിൽ വിഭൂതിയോത്തി പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഭഗവാന്റെ വകയാ, നമുക്ക് അവകാശം പറയാനൊന്നുമില്ല. പക്ഷെ നമ്മളെ കേണത്തം കാണിച്ചുകൊണ്ട് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും, അല്ലേ? അതാണ് ശരിക്കും നമ്മളെ ഭഗവാനിൽ നിന്ന് അകറ്റുന്നത് പോലും അതുകൊണ്ടാണ്. എല്ലാവരുടെയും മനസ്സും, അതായത് ഈശ്വരനെ നിങ്ങൾ രണ്ടായിട്ട് കണ്ടാൽ, പുറത്തിരിക്കുന്നവനാണെന്ന് കണ്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് ഈശ്വരനെ മനസ്സിലാക്കാനോ അറിയാനോ അനുഭവിച്ചറിയാനോ സാധിക്കില്ല. രണ്ടായിട്ട് കണ്ടാൽ രണ്ടായിട്ട് തന്നെ നിൽക്കുള്ളൂ. ഒന്നായിട്ട് കാണണം. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് പുറത്ത് സകലത്തിലും വസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് ശത്രുവിലും മിത്രത്തിലും സ്ത്രീയിലും പുരുഷനിലും ബ്രാഹ്മണിലും ക്ഷത്രിയയിലും വൈശ്യയിലും ശ്രദ്ധയിലും സർവസ്യ ജാഗം പ്രതിസന്ധി വിട്ടോ, സൂര്യചന്ദ്ര നക്ഷത്ര ഗോളങ്ങളിലും എല്ലാം ഈ വിശ്വത്തിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഭഗവാന്റെ അംശമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ നമ്മൾ കാണും. നമ്മൾ എന്ത് വസ്തുവിനെ കണ്ടാലും നമ്മുടെ ഭാവന അനുസരിച്ചുകൊണ്ടാണല്ലോ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നതും ധരിക്കുന്നത്. അത് തെറ്റായിട്ട് ധരിക്കാം, ശരിയായിട്ടും ധരിക്കാം. നമ്മുടെ ഉള്ളിലെ അറിവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു വസ്തുവിനെ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ അനുഭവിച്ചറിയുമ്പോഴോ അതിനെ തൊട്ടറിയുന്നതും കേട്ടറിയുന്നതും ഏതൊക്കെ തരത്തിൽ അറിഞ്ഞിട്ട് നമുക്ക് അതേപ്പറ്റിയുള്ള അവബോധം ഉണ്ടാകുന്നത് നമ്മുടെ അറിവിൻ്റെ കഴിവനുസരിച്ചില്ലേ, ബോധതലം എത്രമാത്രം ഉയർന്നു നിൽക്കുന്നോ അതനുസരിച്ചില്ലേ, താണിരിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മൾ അതിനെപ്പറ്റി ധരിക്കുക. അതുകൊണ്ട് ഒരേ വസ്തുവിനെ ഒരേ കർമ്മം തന്നെ ഒരു വിധത്തിൽ ചെയ്താൽ നന്മയിലേക്കും അതേ കർമ്മം മറ്റൊരു വിധത്തിൽ ചെയ്താൽ തിന്മയിലേക്കും പോകും. ഒരേ കാര്യം ഒരു വിധത്തിൽ കേട്ടാൽ അത് നന്മയിലേക്കും, അതേ കാര്യം മറ്റൊരാൾ കേട്ട് തെറ്റായിട്ട് ധരിച്ചാലോ അത് തെറ്റായിട്ട് ഭാവനയിൽ പോകും. അപ്പോൾ ഒരേ വസ്തുവിൽ നിന്നാണ് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ടാകുന്നത്. ഒരേ ശക്തിയിൽ നിന്നാണ് അസുരൻ ദേവന്മാരും മനുഷ്യരും ഉണ്ടായിട്ടുള്ളത്. അപ്പം അത് നമ്മൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തതിൻ്റെ അതാണ് ഏറ്റവും വലിയ അജ്ഞത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ലോകങ്ങളെല്ലാം ഭഗവാന്റെ ദേഹമാണ്. അതാണ് വിശ്വരൂപം എന്ന് പറയുന്നത്. ദേഹം ധരിച്ചവരുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഭഗവാന്റെ തന്നെ വകയാണ്. എല്ലാവരുടെയും മനസ്സും ഭഗവാന്റെ വക തന്നെ. എല്ലാവരുടെയും പ്രാണൻ, ദേഹബലം, ഇന്ദ്രിയബലം, ക്രിയാശക്തി ഒക്കെ ഭഗവാന്റേത് തന്നെ എന്നറിയണം. എന്തിനേറെ ജഗത്തിന്റെ ഉൽപ്പത്തി, പ്രളയങ്ങൾ ഒക്കെ അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ആദികർത്താവ് ബോധരൂപനായിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. ഇതിനെ പാശ്ചാത്യർ പോലും ഗോഡെന്ന് വിളിച്ചത് ഈ അവസ്ഥാത്രയ സ്വരൂപനെയാണ്. ജി ഫോർ ജനറേറ്റർ, ഓ ഫോർ ഓർഗനൈസർ, ഡി ഫോർ ഡിസ്റ്റർബ് ആൻഡ് ഡിസ്ട്രോയ്, ഇവരെ തന്നെയാണ് പാശ്ചാത്യർ ഓ മൈ ഗോഡ് എന്ന് വിളിച്ചത്. അപ്പൊ ഭാഷ മാറിയാലും ഏത് ദേശം മാറിയാലും കൺസെപ്റ്റ് ഒന്ന് തന്നെ, ലക്ഷ്യം ഒന്ന് തന്നെ. ഏകാംശേന സ്ഥിതോ ജഗത്ത്, 99% അംശമാണ് ഭഗവാന്റെ ശക്തിയെങ്കിൽ അതിൽ കേവലം ഒരു അംശം കൊണ്ടായി ഈ ജഗത്തിനെ സൃഷ്ടിച്ച് പരിപാലിച്ചതിനെ സംഹരിക്കുന്നത്. അത് ഈ ലോകം മുഴുവൻ അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ലോകം മാത്രമേ നമുക്കറിയുള്ളൂ. ഇതിനപ്പുറത്തേക്കോ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അത് മാത്രമേ അതേപ്പറ്റി നമുക്ക് അറിയുള്ളൂ. അതിനപ്പുറവും നമ്മൾ അറിയാത്ത ഒരു ലോകമുണ്ട്. അതാരെ കണ്ടുപിടിക്കുക, എങ്ങനെ അറിയാം? അതൊക്കെ ഭഗവാന്റെ പരിധിയിൽ പറയുന്നതാണെന്നർത്ഥം. അതുകൊണ്ട് രജോ ഗുണം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം സൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവിന്റെ രൂപം കൈക്കൊണ്ടു. രജോ ഗുണം കൊണ്ടാണ് സൃഷ്ടി എന്ന് പറയുന്ന ക്രിയ നടക്കുന്നത്. ഏതൊരു കർമ്മം നടക്കണമെങ്കിലും നമ്മുടെ ശരീരം കൊണ്ട് പോലും, ശരീരത്തെ ശ്വാസഗതി നടക്കുന്നുണ്ടെങ്കിലും ഹൃദയകമലം അല്ലെങ്കിൽ രക്തധമനികളിലൂടെ രക്തം ഓടുന്നുണ്ടെങ്കിലും ഈ കർമ്മം നടക്കുന്നത് രജോ ഗുണത്തിന്റെ പ്രഭാവം നമ്മുടെ ശരീരത്തുള്ളത് കൊണ്ടാണ്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അത് ഒക്കെ രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. ഏത് കർമ്മവും അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമായ അവിടെ രജോ ഗുണം പ്രഭാവം. അതിന് വേണ്ടുന്ന അറിവുണ്ടോ അവിടെ സത്വഗുണമാണ്. അത് പ്രകൃതിയിലേക്ക് ലയിക്കുന്നത് എപ്പോഴോ ഇല്ലാതെ ആകുന്നത് എപ്പോഴോ നമ്മുടെ ശരീരം പോലും, ശരീരത്തെ ജീവനുള്ളപ്പം അത് ശൈവമാണ്, ജീവൻ പോയാലോ ശവമാകും. അപ്പൊ ഈ അവസ്ഥാത്രയം സംഭവിക്കുന്നതെല്ലാം സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണെന്നർത്ഥം. അതുകൊണ്ട് രജോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി വ്യവഹാരം നടത്തുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു രൂപവും കൈക്കൊണ്ടു. സത്വഗുണം അംഗീകരിച്ചുകൊണ്ട് വിഷ്ണു അവ്യയമായ ധരിച്ച് ധർമ്മം നിലനിർത്തി പ്രപഞ്ച രക്ഷ ചെയ്യുന്നു. സത്വഗുണത്തിൽ നിന്നാണ് അറിവ്. അപ്പൊ ഈ എല്ലാത്തിനെയും സൃഷ്ടിച്ചതിനെയൊക്കെ നിലനിർത്തണമെങ്കിൽ
അതിന് വേണ്ടുന്ന അറിവ് വേണം. അത് സത്വഗുണ പ്രഭാവത്താലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സ്വരൂപ് കൂട്ടുകയും അതിനെ നിലനിർത്തുകയും അതിനുള്ള ഒരു പയർവിത്ത് പോലും നമ്മൾ മണ്ണിനടിയിൽ കടുക് മണിയാണെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ കടുക് മണിയിലുണ്ടല്ലോ അത് വളർന്നു വന്നിട്ട് എങ്ങനെ അടുത്ത ജനറേഷൻ കടുക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള അറിവ് ഈ കടുക് മണിയിലുണ്ട്. ഇത് സത്വഗുണ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതാ. അപ്പൊ അതിനെ ആ പരമ്പരയായിട്ട് നിലനിർത്താനുള്ള അറിവ് പ്രദാനം ചെയ്യുന്നത് വിഷ്ണുമയനായിരിക്കുന്ന ആ വൈഷ്ണവ ശക്തിയാണ്. അത് സത്വഗുണ പ്രധാനിയാണ്. അതുകൊണ്ട് അതിനെ ആ ധർമ്മം നിലനിർത്തി പ്രപഞ്ച രക്ഷ ചെയ്യുന്നത് വിഷ്ണുവിന്റെ കർമ്മത്തിൽ വരുന്നതാണ്. ഇനി തമോ ഗുണം അംഗീകരിച്ചുകൊണ്ട് ശിവരൂപം കൈക്കൊണ്ട് പ്രപഞ്ചത്തെ സംഹരിക്കുന്നു. ഈ സൃഷ്ടിച്ചതൊക്കെ ഇതുപോലെ ഇല്ലാതെ ആയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ എന്തായിരുന്നു? നമുക്കൊന്നും ഇപ്പൊ നിൽക്കാനും സ്ഥലമില്ലയോ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നമുക്ക് സ്ഥലവുമില്ല, സമയവുമില്ല, കാലവുമില്ല, ദേശവുമില്ല എന്നൊരവസ്ഥ എനിക്ക് വന്നിരിക്കുക. അപ്പൊ ഈ സൃഷ്ടിച്ചതൊക്കെ നശിക്കാതിരുന്നെങ്കിലോ എത്രയോ ആൾക്കാരായിരുന്നതിന് വയസ്സഴിച്ച് ജരാനരകൾ ബാധിച്ച് ഇങ്ങനെ നശിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഇപ്പൊ തന്നെ ഏതാണ്ട് കേരളത്തിൽ തന്നെ ടോട്ടൽ ജനസംഖ്യയുടെ 35% വയോധികരാണെന്നാ പറയുന്നത്. ഗുരുവായൂർ അടക്കം ചെന്ന് കഴിഞ്ഞാൽ 4:30 അവിടെ സീനിയർ സിറ്റിസന്റെ ലൈൻ തുറക്കുന്നതെങ്കിൽ 3 മണി തൊട്ട് അവിടെ കുളിച്ചിട്ട് വയസ്സായവർ അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങും. അപ്പൊ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ വരെ ചോദിക്കാൻ തുടങ്ങി, ഈ ഇത്രയും വെളുപ്പാൻ കാലത്ത് ഈ വയസ്സായവരൊക്കെ എവിടുന്ന് വരണു? അപ്പൊ ഈ സംഹാരം ഇപ്പം ആരോഗ്യകരമായിട്ട് എല്ലാവരും കൂടുതൽ അപ്ഗ്രേഡേഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പെൻഷൻ പറ്റിയവർ വരെ അതിന്റെ ഇരട്ടി സമയം അപ്പൊ ജീവിച്ചിരിക്കണം. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും അതിന്റെ ഇരട്ടി സമയമാണ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും ടോട്ടൽ കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ നമ്മൾ കണക്കെടുത്താല് എത്ര കണ്ട് ഇപ്പം പ്രസന്റ് കണ്ടീഷനിൽ ജീവനക്കാരായിട്ടുണ്ടോ അതിന്റെ ഇരട്ടി ആൾക്കാർ പെൻഷനേഴ്സ് ഉണ്ട്. 50% ഖജനാവ് കാലിയാകുന്നത് ഈ പെൻഷൻ കൊടുത്തിട്ടാ. അതുകൊണ്ടാണ് 2 സർക്കാരും പെൻഷൻ കൊടുക്കൽ നിർത്തിയത്. ഒരു രാജ്യം തന്നെ നശിച്ചു പോയ കഥയുണ്ട്. പെൻഷൻ കൊടുത്ത് ആർക്കും ജോലി ഇല്ലെങ്കിലും വേണ്ട, എല്ലാവർക്കും തൊഴിൽ വേതനമില്ല, അങ്ങനെയുള്ള പെൻഷൻ കൊടുത്ത് ഖജനാവ് കാലിയായി. റേഷൻ കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ ദരിദ്രനാരായണന്മാരായിട്ട് മാറിയ ഒരു രാജ്യമുണ്ട് ഈ ലോകത്ത്. അപ്പം ഈ സംഹാരം നടന്നില്ലെങ്കിലത്തെ കഥ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഈ പ്രകൃത്യാ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഭഗവാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അവസ്ഥാത്രയം എന്ന് പറയുന്നത്. അത് തമോ ഗുണത്തെ നിലനിർത്തിക്കൊണ്ടായി തമോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ടാണ് സംഹാരം നടക്കുന്നത്. തമോ ഗുണം അംഗീകരിച്ച് ശിവരൂപം സ്വീകരിച്ചുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഈ ശിവന് വിഷ്ണു ഈ അവസ്ഥാത്രയത്തിന് 3 ഡ്യൂട്ടിക്ക് ഒരേ ശക്തിയിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുണ്ടായതെങ്കിൽ ഇത് നമുക്ക് ഈ അവസ്ഥാത്രയത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറഞ്ഞ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സങ്കല്പമാണ് ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ. സത്യത്തിൽ ഒന്ന് തന്നെയുള്ളൂ, ഒന്നിൽ നിന്നാണ് ഈ അവസ്ഥാത്രയം സംഭവിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മളിൽ തന്നെ പ്രകൃതിയിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള ഈ ശരീരത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സത്വരജ തമോ ഗുണങ്ങളാണ്. ഈ ഗുണത്തെ അതിജീവിക്കുന്ന ഒരാൾക്ക് മാത്രം, ഈ ഗുണപ്രഭാവത്തെ ജയിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ബ്രഹ്മം എന്താണെന്നും ഈ ഏകാംശമായിരിക്കുന്ന ഈ ശക്തി എന്താണെന്നും തിരിച്ചറിയാൻ സാധിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു ശക്തിയാണ്. ഒന്നിൽ നിന്നാണ് 3 ആയതും 3-ൽ നിന്നാണ് പലതായതും. അപ്പൊ അതിന്റെ ഗുണപ്രഭാവം പ്രകൃതിയിലേക്ക്, അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമായാൽ ആ ചലനാത്മകമാകുന്ന പ്രോസസ്സ് പോലും നടക്കുന്നത് സത്വരജ തമോ ഗുണങ്ങളുടെ പ്രഭാവം കൊണ്ടാണ്. അതിന്റെ പ്രഭാവത്താൽ സത്വഗുണത്താൽ സൃഷ്ടിക്കപ്പെടുന്നു, രജോ ഗുണത്താൽ നിലനിർത്തുന്നു, തമോ ഗുണത്താൽ അത് നശിക്കുന്നു എന്ന പ്രോസസ്സ് പ്രകൃത്യാ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സൃഷ്ടി നടന്ന കാലം തൊട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് 3 ഗുണത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൃഷ്ടി സ്ഥിതി പ്രളയ കർമ്മങ്ങൾക്കൊക്കെ ഇങ്ങനെ ത്രിമൂർത്തികളിൽ കൂടി സംഭവിക്കുന്നവയാണ്. ത്രിമൂർത്തികളുടെ അംശങ്ങൾ എല്ലാ വ്യക്തിയിലും എല്ലാ ചലനത്തിലും കാണപ്പെടും. എന്നാൽ അതാണ് താല്പര്യം. നമ്മൾ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ എന്നിൽ സൃഷ്ടിക്കുന്ന വാക്കുകളാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചു നേരത്തെ വൈഖരീഭാവത്തിൽ ഈ ശബ്ദം സ്ഥൂലരൂപം ഈശ്വരന്റെ തന്നെ സ്ഥൂലരൂപമാണ് എൻ്റെ ശബ്ദമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്.
അപ്പൊ കുറച്ച് സമയത്തേക്ക് ഈ ശബ്ദം നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ഇത് പ്രകൃതിയിലേക്ക് തന്നെ ലയിച്ച് ഇല്ലാതെയാണ്. അപ്പം നമ്മളിൽ ഒരു ചിന്ത ഉടലെടുക്കുന്നത് അത് സൃഷ്ടിയാണ്. ആ ചിന്ത കുറച്ചു നേരം നിലനിന്നാൽ അത് പരിപാലനമാണ്. അത് പ്രകൃതിയിലേക്ക് ലയിച്ച് ഇല്ലാതെയായ സംഹാരമാണ്. അപ്പൊ നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാത്രയത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇതിനെ അതീതമായാലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതെങ്ങനെയാ തമോ ഗുണത്തെ ജയിക്കാൻ ആവർത്തിച്ച് ഗീതയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കണം, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിക്കണം, സത്വഗുണത്തെ അറിവ് കൊണ്ട് ജ്ഞാനം കൊണ്ട് ജയിക്കണം. ഒരു ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തുമ്പോൾ മതിൽക്ക് പുറത്ത് തമോ ഗുണമാണ്, അകത്ത് കയറിയാൽ നാലമ്പലം രജോ ഗുണാത്മകമാണ്, ശ്രീകോവിൽ സത്വഗുണാത്മകമാണ്. അപ്പം ഓതിനെയും ക്രോസ് ചെയ്ത് പോകുമ്പോൾ തമസിനെ ജയിച്ച ആ അറിവില്ലായ്മ കുറേശ്ശെ അറിവിലേക്ക് മാറുമ്പോഴാണ് ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള തോന്നല്. അതും ദർശനം നടത്തുന്നത് ആദ്യം പുറത്തെ നാലമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് അകത്ത് കയറി ശ്രീകോവിലിനൊരു പ്രദക്ഷിണം വെച്ച് ദർശനം നടത്തി പ്രസാദം വാങ്ങി തിരിച്ചു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റെപ്പ് തമസിനെ ജയിച്ചു. പിന്നെ രജോ ഗുണത്തിനെ ജയിക്കാനാണ് പ്രദക്ഷിണം വയ്ക്കാൻ പറഞ്ഞത്. ആ രജോ ഗുണത്തെ ജയിച്ചു കഴിയുമ്പോൾ ശ്രീകോവിലിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സത്വഗുണം കൂടെ ജനിച്ച് അകത്തിരിക്കുന്ന ഭഗവാൻ ഗുണാതീതനാണെന്നർത്ഥം. ഈ മൂന്ന് ഗുണങ്ങളെയും ജയിച്ചാലേ അകത്തിരിക്കുന്ന ഈശ്വര ശക്തിയെ പ്രതിമയിൽ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. അതിന് ഈശ്വര ശക്തിക്ക് ശരിക്കും നമ്മൾ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിഗ്രഹത്തിന്റെ രൂപമോ നാമമോ ഒന്നുമില്ല. അതൊരു എനർജിയാണ്, ഒരു ശക്തിയാണ്, അത് വ്യക്തിയല്ല. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ സത്വഗുണത്തെ കൂടെ ജയിച്ചാലേ ഈ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന, അചിന്ത്യമായിരിക്കുന്ന, വികാര്യമായിരിക്കുന്ന, അവ്യയമായിരിക്കുന്ന ഈശ്വര ശക്തിയെ നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥത്തിൽ ബിംബം ഇരിക്കുന്നത്, പ്രതിബിംബമാണ് ശ്രീകോവിലിനകത്തിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? അതുകൊണ്ട് ഈ ത്രിമൂർത്തികളിൽ കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണ് സൃഷ്ടിസ്ഥിതി ലയം എന്ന സങ്കല്പം. ത്രിമൂർത്തികളുടെ അംശങ്ങൾ എല്ലാ വ്യക്തികളിലും കാണപ്പെടും എന്നതാണ് താല്പര്യം. ധർമ്മത്തിന്റെയും ദക്ഷപുത്രിയായിരിക്കുന്ന മൂർത്തിയുടെയും മക്കളായിട്ട് ഭഗവാൻ സ്വയം നരനായിട്ടും നാരായണനായിട്ടും അവതരിച്ചു. അവർ സ്വയം ബ്രഹ്മനിഷ്ഠ വെളിപ്പെടുത്തിയതും നാരദ മുനിമാർക്ക് ബ്രഹ്മോപദേശം നൽകിയും ധർമ്മരക്ഷ നിർവഹിച്ചു. നരനാരായണന്മാരുടെ ദിവ്യമായ തപസ്സു കണ്ടിട്ട് ഇന്ദ്രൻ ഭയാകുലനായി. ഇന്ദ്രപദവി അപഹരിക്കാനാണോ അവരുടെ തപസ്സെന്ന് ശങ്കിച്ചു. തപസ് മുടക്കാനായിക്കൊണ്ട് ദേവസുന്ദരിമാരെ നിയോഗിച്ചു. ഈ ദേവന്മാരായാലും വേണ്ടില്ല, മനുഷ്യരായാലും വേണ്ടില്ല, മറ്റ് പക്ഷി മൃഗാദികളായാലും വേണ്ടില്ല, ഇവർക്ക് പരസ്പരം ഒരു സ്പർദ്ധയുടെ അവിദ്യാദി ദോഷങ്ങളുണ്ട്. ഇന്ദ്രന് പോലും, ദേവന്മാർക്ക് പോലും മറ്റൊരാൾ നന്നാകുന്ന കണ്ടുകൂടാ. അപ്പം ദേവലോകത്തിരിക്കുന്ന ഇന്ദ്രന് താഴെ ആരെങ്കിലും അസുരൻ പോലും, മനുഷ്യരായിക്കോട്ടെ അസുരന്മാരായിക്കോട്ടെ, ആരെങ്കിലും ദേവനെ ലിമിറ്റ് കൂടുതൽ ഉപാസിച്ച് തപസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്ദ്രന് ഇരിപ്പുറപ്പിക്കില്ല. കാരണം എന്താ? ഈ ശക്തി ഉപാസനയൊക്കെ നടത്തിയിട്ട് എന്തെങ്കിലും ശക്തി നേടിയിട്ട് എന്റെ സീറ്റ് പോകുമോ എന്നുള്ള പേടിയാണ്. ഇത് ദേവന്മാർക്കും ഉണ്ടെന്നർത്ഥം. അപ്പം നരനാരായണന്മാര് ഭഗവാന്റെ തന്നെ അവതാരമാണ്. സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ് നരനും നാരായണനുമായിട്ട് അവതരിച്ചത്. ഇവര് ഭൗതിക കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ആ ഹിമാലയ പ്രദേശത്ത് നിന്ന് നിങ്ങൾ ബദരി പോവാടുന്നുണ്ടെങ്കിൽ 2 പർവ്വതം അവരുടെ പേരില്ല. നാരായണ പർവ്വതവും നരപർവ്വതവും എന്ന് പറയുന്ന അതിന്റെ നടുക്കാണ് ശരിക്കും ബദരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവര് ആ ബദരി പോയിട്ടാണ് ഈ നരൻ എന്ന പേരിൽ അറിയപ്പെടാൻ തന്നെ കാരണം ഇവർ രണ്ടുപേരും തപസ് ചെയ്ത സ്ഥലം അവിടെ. അപ്പൊ ഇവര് ഭഗവാന്റെ തന്നെ അവതാരം. ഈ ദേവന്മാർക്ക് പോലും ഭഗവാനെ മനസ്സിലാകില്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഈ ദേവന്മാരുടെ ഈശ്വരനായിരിക്കുന്ന ദേവേന്ദ്രന്റെ പോലും അധിപനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ദേവന്മാർക്ക് പോലും മനസ്സിലാകുന്നില്ല. ഈ ദേവന്മാര് തന്നെയാണ്, അവരുടെ പ്രത്യക്ഷത്തിലാണ് ഭഗവാൻ ഇങ്ങനെ പല അവതാരങ്ങളും അവരുടെ കരച്ചിൽ കേട്ടിട്ട് അവരുടെ ദുഃഖം നിവാരണത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ അവതാരം വരെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് വരെ ശ്രീകൃഷ്ണ അവതാരത്തിലെ ഈ ബ്രഹ്മാവ് വരെ ശ്രീകൃഷ്ണനെ പരീക്ഷിക്കാൻ പോകുന്നുണ്ട്.
ദേവേന്ദ്രന് പറ്റുന്നുണ്ട് അബദ്ധം. ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻ കാണിച്ച കുരുതക്കേടാണ് ഗോവർദ്ധന പർവ്വതമൊക്കെ ഉദ്ധാരണത്തിലേക്കൊക്കെ പോകാനിട വന്നത്. അപ്പം ഈശ്വരന്മാരെ മനസ്സിലാക്കാൻ ദേവന്മാർക്ക് പോലും സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യർക്ക് എങ്ങനെ മനസ്സിലാക്കുക? അപ്പൊ ഈ നരനാരായണന്മാര് ഭഗവാന്റെ അവതാരമായിട്ട് വന്ന് കഠിന തപസ് അനുഷ്ഠിക്കുമ്പം ദേവന്മാരിൽ ഈശ്വരനായിരുന്നല്ലേ ദേവേന്ദ്രന് ഇത് കണ്ടിട്ട് ഇരിപ്പുറച്ചില്ല. അപ്പൊ എന്ത് ചെയ്തു? എന്റെ സീറ്റ് പോകുമെന്നുള്ള പേടി, എന്നെ ഉപദ്രവിക്കാനാണോ ഇവര് തപസ് ചെയ്യുന്നത്, ശക്തി ആർജിച്ച് എന്നെ ഉപദ്രവിക്കാനാണോ, എന്നോട് യുദ്ധം ചെയ്യാനാണോ, ഇല്ലെങ്കിൽ എന്റെ സ്ഥാനം പിടിച്ചെടുക്കാനാണോ ഇവര് തപസ് ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഈ തപസ് മുടക്കാൻ വേണ്ടിയിട്ട് ദേവസുന്ദരികളെ അയക്കും. അതാണ് ദേവേന്ദ്രൻ ചെയ്തത്. അഹംഭാവം പാടെ ഉപശമിച്ചു പോയ നാരായണ മുനി ആകട്ടെ അശേഷം ആശ്ചര്യപ്പെടാതെ മന്ദഹസിക്ക ഉണ്ടായത്. കാരണം ഈ തപസ് ചെയ്യുന്നവരായാലും ദേവേന്ദ്രന്റെ ബുദ്ധിയും ദേവേന്ദ്രൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഭഗവാൻ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവരുടെ തപസ് മുടക്കാനായിക്കൊണ്ട് ദേവസുന്ദരിമാരെ ദേവേന്ദ്രൻ അയച്ചു. അപ്പൊ ഈ അപ്സര സ്ത്രീകള് നൃത്തവാദ്യങ്ങളും കടാക്ഷ വിക്ഷേപങ്ങളുമായിട്ട് നാരായണ സംവിധാനത്തിൽ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അഹംഭാഗം പാടെ ഉപശമിച്ചു പോയി നാരായണ മുനിയാകട്ടെ അശേഷം പോലും ആശ്ചര്യപ്പെടാതെ അത്ഭുതപ്പെടാതെ മന്ദഹസിച്ചുകൊണ്ട് അവരെ അടുക്ക വിളിച്ചിട്ട് പറഞ്ഞു, ശാന്തസ്വരത്തിൽ ഇങ്ങനെ അവരോട് അരുളി ചെയ്തു: കുഞ്ഞുങ്ങളെ, അടുക്കലേക്ക് വരുവിൻ, ഒട്ടും ഭയപ്പെടേണ്ട. അതിഥി സൽക്കാരം സ്വീകരിച്ച ആശ്രമത്തെ ചാരിതാർത്ഥമാക്കി തീർക്കുവിൻ. മഹാമുനിയുടെ അക്ഷോഭ്യമായ പ്രസന്നഭാവം കണ്ട് കാമാദി ദേവന്മാരും ദേവസുന്ദരിമാരും ലജ്ജിച്ച് തല താഴ്ത്തി. എന്തുദ്ദേശത്തിലാണോ ഈ അപ്സര സ്ത്രീകൾ നാരായണ മുനിയെ സമീപിച്ചത്, അവിടെ നേരെ തിരിച്ചായി മക്കളെ പോലെ കണ്ടു ഇവരെ. ഇവര് വിചാരിച്ച് കാമാർത്തി പൂണ്ടിട്ട് നരനാരായണൻ ഇവരിൽ വശീകരിക്കപ്പെട്ട് ഈ തപസ്സൊക്കെ മുടക്കാൻ സാധിക്കുന്നു വിചാരിച്ച് നേരെ ചെന്നിട്ട് പറഞ്ഞത് കുഞ്ഞുങ്ങളെ, മക്കളെ എന്നുള്ള ഭാവത്തിലാണ് നാരായണൻ അവരോട് സംസാരിച്ചതെന്നർത്ഥം. പണ്ടൊരിക്കൽ ഈ വിവേകാനന്ദ സ്വാമികള് ചിക്കാഗോയിലൊക്കെ പ്രഭാഷണം നടത്തിയതിന് വന്നതിന് ശേഷം, അങ്ങനെ ലോകപ്രസിദ്ധനായി തീർന്നതിന് ശേഷം, ആരോ ഒരു സ്ത്രീ അങ്ങയിൽ നിന്നൊരു കുഞ്ഞെനിക്ക് വേണം എന്നാവശ്യപ്പെട്ടു. അപ്പം വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, എന്നെ മകനായിട്ട് കണ്ടോളൂ പറഞ്ഞു. അപ്പൊ അമ്മയുടെ സ്ഥാനത്താണ് ആ സ്ത്രീയെ കണ്ടത്. അപ്പൊ ഇത്തരത്തിലൊക്കെ നമ്മുടെ പലതരത്തിലും നമ്മുടെ യഥാർത്ഥ ഈശ്വരനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന, ഇല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ ചരിക്കുന്ന ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മുനിമാരൊക്കെ ഈ മാർഗ തടസ്സത്തിന് വേണ്ടിയിട്ട് എല്ലാ കാലത്തും പലവിധ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. നമ്മളെ എളുപ്പമൊന്നും ഈശ്വരനിലേക്ക് അടുപ്പിക്കില്ല എന്നർത്ഥം. അതിന് പലവിധ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നരനാരായണന്മാര് കഠിനമായ തപസ് അനുഷ്ഠിക്കുമ്പോൾ ഈ ദേവേന്ദ്രൻ മുഖേന ഒരു പ്രതിബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചതാ. പക്ഷേ നാരായണൻ പറയുന്നത് പോലും ഭഗവാന്റെ അവതാരമായിരുന്നത് കൊണ്ട് ഇവരുടെ വരവ് തന്നെ മുൻകൂട്ടി മനസ്സിലാക്കി. എന്നിട്ട് ഇവര് സമീപിച്ച് അരികത്തേക്ക് വിളിച്ചിട്ട്, കുഞ്ഞുങ്ങളെ, മക്കളെ, അടുക്കലേക്ക് വരുവിൻ, ഒന്നും ഭയപ്പെടേണ്ട എന്നാണ് ഇവിടുത്തെ അതിഥി സൽക്കാരം സ്വീകരിച്ച് ഈ ആശ്രമത്തെ ചാരിതാർത്ഥത്തിൽ അനുഗ്രഹിച്ചു പോകാനാണ് മുനിയുടെ സംവാദം തന്നെ ഉണ്ടായത്. മഹാമുനിയുടെ അക്ഷോഭ്യമായ ഈ പ്രസന്നഭാവവും ഇടപെടലും കണ്ടിട്ട് ദേവസുന്ദരിമാർ പോലും ലജ്ജിച്ച് തലതാഴ്ത്തി. എന്നിട്ട് അവർ ക്ഷമാപണപൂർവം ഇങ്ങനെ പറഞ്ഞു: അങ്ങയിൽ ഞങ്ങളെ കാണുന്ന ദിവ്യഭാവത്തിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. സാക്ഷാൽ ആശ്ചര്യ സ്വരൂപിയാണ് അവിടുന്ന്. അതുകൊണ്ട് സ്വാത്മാരാമന്മാരായിരിക്കുന്ന ഋഷീശ്വരന്മാർ നിരനിരയായിട്ട് വന്ന അങ്ങയുടെ പാദപത്മങ്ങളിൽ വീണു വണങ്ങുന്നു. ഞങ്ങളീ കാണിക്കുന്ന അപരാധം ഞങ്ങളുടെ സ്വഭാവമാണെന്ന് കണ്ട് പുറത്ത് അരുളിയാലും. ഭഗവത് ഭജനം നടത്തുന്നവർക്ക് വിഘ്നം വരുത്തുക എന്നത് ദേവന്മാരുടെ ഒരു സ്വഭാവമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളെ ഇവിടെ നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് ആ അർപ്പണ ബുദ്ധിയോടുകൂടി അങ്ങയെ ഭജിക്കുന്ന ദേവൻ സ്ഥാനങ്ങളും കടന്ന് അങ്ങയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ദേവന്മാർക്ക് സഹിക്കുന്ന കാര്യമൊന്നുമല്ല.
എന്നാൽ സർവദാ അങ്ങയെ ശരണം പ്രാപിക്കുന്നവർക്ക് അങ്ങയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ദേവന്മാർക്ക് സഹിക്കുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ സർവദാ അങ്ങയെ ശരണം പ്രാപിക്കുന്നവർക്ക് വന്നു ചേർന്ന വിഘ്നങ്ങൾ അങ്ങയുടെ പാദതാടനമേറ്റ് തവിട്ടുപൊടിയായി ചിന്തച്ചിതറി വഴി വിട്ടുമാറി നടക്കുന്നു. ദേവവിഘ്നങ്ങളുടെ പിടിയിൽപ്പെട്ട് അങ്ങയെ അപർണബുദ്ധിയോടെ ഭജിക്കാൻ കഴിയാത്തവർക്ക് പിന്നെ 2 മാർഗങ്ങളെ അവശേഷിക്കുന്നുള്ളൂ. ഒന്നുകിൽ ഞങ്ങളെ പോലുള്ളവർക്ക് കീഴടങ്ങി കാമവിവശനായി തീരുക, അതല്ലെങ്കിൽ തൃഷ്ണയുടെ ആധിക്യം കൊണ്ട് ക്രോധത്തിൽപ്പെട്ട് സ്വയം നശിക്കുക. വശകന്മാർക്ക് ഏതാനും ചില ലോകസുഖങ്ങളും അനുഭവിക്കാൻ കിട്ടുന്നു. കാമത്തെയും കടന്ന് ക്രോധത്തിനടിമകളാകുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് സ്വയം കൂരിരുട്ടിൽ ചെന്ന് വീഴുന്നു. വിശപ്പിനും ദാഹത്തിനും അടിമകളായിട്ട് മായാഗുണങ്ങളുടെ കൊടും കാറ്റ് അടിയേറ്റവർ ചിന്നിച്ചേറി നശിക്കാനും ഇടവരും. രസനേന്ദ്രിയത്തിന്റെ ജനനേന്ദ്രിയത്തിന്റെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി സംസാര സമുദ്രത്തിലെ ചുഴലികളെ പോലെ മറുകര കാണാൻ കഴിയാതെ കറങ്ങിത്തിരിയുന്നവരെയും കാണാം. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്നവർ തലയിലിരിക്കുന്ന ഭാരം ദൂരെ എറിഞ്ഞ് നിരാശരായിട്ട് ഇവിടം വിട്ടു പോകുന്നതായും വരുന്നു. ഇങ്ങനെ പറഞ്ഞ് അവർ ക്ഷമാപണപൂർവ്വം നാരായണ മുനിയുടെ പാദങ്ങളിൽ വീണ് വണങ്ങി. ഭഗവാനാകട്ടെ ദേവസുന്ദരിമാരെക്കാൾ അത്ഭുത സുന്ദരമൂർത്തികളായിരിക്കുന്ന അനേകം യുവതിമാർ തന്നെ ശുശ്രൂഷിച്ച് നിൽക്കുന്നതായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. ലക്ഷ്മി ദേവിയെ പോലെ കാന്തി പരത്തി നിൽക്കുന്ന അവരെ കണ്ടിട്ട് അപ്സരസുകൾ ആശ്ചര്യഭരിതരായി സൗന്ദര്യ ഗർവം എല്ലാം വെടിഞ്ഞ് വിനയാന്വിതരായിട്ട് ഭവിച്ചു. തലകുനിച്ച് നിൽക്കുന്ന അവരെ കണ്ട് പുഞ്ചിരി തൂകി നാരായണ മുനി ഇപ്രകാരം അരുളി ചെയ്തു: ഇവരിൽ ഒരാളെ കൂടി നിങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോയിക്കൊള്ളുവിൻ. സ്വർഗത്തിന് ഒരലങ്കാരം കൂടിയാകട്ടെ. അപ്സരകൾ ദേവ നിയോഗം ശിരസാ വഹിച്ചു. അവരിൽ ഒരാളെയും കൂടി കൂട്ടത്തിൽ ചേർത്തു. സ്വർഗത്തേക്ക് മടങ്ങി. അങ്ങനെ സ്വർഗത്തിലെത്തിയവളാണ് ഉർവശി. തിരിച്ച് എത്തിയ ദേവസ്ത്രീകൾ നാരായണ ബലമെല്ലാം ഇന്ദ്രനെ വർണ്ണിച്ച് കേൾപ്പിച്ചു. ഇത് കേട്ട് ശതമുഖൻ അത്ഭുത പരിതന്ത്രനായി. അപ്പൊ എന്തുദ്ദേശിച്ചാണ് ദേവേന്ദ്രൻ ഈ അപ്സരസുകളെ നാരായണ മുനിയുടെ തപസ്സിലെക്കാൻ വേണ്ടിയിട്ട് വിട്ടത്? അവിടെ ആ ഭഗവാന്റെ തന്നെ ചൈതന്യം സ്വരൂപനായിരുന്ന നാരായണ മുനിയെ സേവിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവിയെക്കാളും സുന്ദരിമാരായ അനേകം യുവതികളെ കണ്ട അപ്സരസുകൾ നാണിച്ച് തല താഴ്ത്തി ക്ഷമാപണം നടത്തി. അപ്പോ അതുകൊണ്ട് നാരായണ മുനി പറഞ്ഞു, നിങ്ങളെക്കാളൊക്കെ എത്രയോ സുന്ദരിമാരെ എന്നെ സേവിക്കാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഇവരുടെ കാമാവേശത്തിനൊന്നും ഇവരോട് സമീപിക്കാൻ നിന്നിട്ടേ ഇല്ല. നിങ്ങൾ ഒക്കെ എൻ്റെ മക്കളാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ പോകുമ്പോൾ ഈ സുന്ദരിമാരിൽ നിങ്ങളെക്കാളും സുന്ദരിയായിരിക്കുന്ന ഒരാളെ ഇവിടുന്ന് കൂടെ കൊണ്ടുപോകോളൂ എന്ന് പറയും. അങ്ങനെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഒരാളെ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് ഉർവശി സ്വർഗത്തിലെത്തിയെന്നാ പറയുന്നത്. അപ്പൊ നാരായണ മുനിയെ സേവിക്കാൻ നിന്ന അതിസുന്ദരിയായിരുന്നു ഉർവശി. അപ്പൊ ഇവര് തിരിച്ചു പോയപ്പം ഉർവശിയെ കൂടെ കൊണ്ടുപോയി എന്ന് മാത്രമല്ല, അവിടെ ചെന്നിട്ട് ഇവിടെ നടന്ന കാര്യമൊക്കെ ദേവേന്ദ്രനെ ധരിപ്പിച്ചു. അപ്പൊ ദേവേന്ദ്രൻ ശതമുഖൻ എന്ന പേരിലാണ് പറഞ്ഞത്. അത്ഭുത പരിതന്ത്രനായി. ഇങ്ങനെയൊക്കെയാണ് ഭഗവാൻ തന്നെ അവതാരം എടുത്ത് വന്നിട്ടും ഈ ദേവന്മാരുടെ ഇന്ദ്രന്റെ പോലും ഈശ്വരനായിരുന്ന ഭഗവാനെ മനസ്സിലാക്കാൻ ദേവന്മാർക്ക് പോലും സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഈ കഥ തന്നെ എത്ര പ്രാവശ്യം പഠിച്ചാലും നമുക്ക് യഥാർത്ഥത്തിൽ ഈശ്വരനെ മനസ്സിലാകുമോ? അതാണ് ഭഗവാന്റെ കഥ എത്ര പ്രാവശ്യം കേട്ടാലും താത്വികമായിട്ട് പഠിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതും. ഗീതയിൽ 4-ാം അധ്യായത്തില് അവതാരതത്വം പറയുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വത തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. എന്റെ ദിവ്യമായ ജന്മവും എന്റെ കർമ്മങ്ങളും താത്വികമായിട്ട് അറിയുന്നോ അവന് പുനർജന്മം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരൊറ്റ ശ്ലോകത്തിന്റെ വെളിച്ചത്തിലാണ് ഈ ശ്രീകൃഷ്ണ ചരിതാമൃതം തന്നെ ഇത്രയും നീണ്ടുപോയത്.
അപ്പൊ താത്വികമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഈ ഭാഗവതത്തിൽ പറയുന്ന നവയോഗി സംവാദത്തിൽ പറയുന്ന ഈശ്വരീയ അവബോധത്തെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങള് നമ്മൾ പല പ്രാവശ്യം പുനർചിന്തനം നടത്തണം. അപ്പോഴേ താത്വികമായിട്ട് എന്താന്ന് മനസ്സിലാവുള്ളൂ. വെറുതെ പ്രത്യക്ഷ പ്രകടന ഭക്തി കൊണ്ടൊന്നും ഈശ്വരനെ മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, ഫലത്തിൽ എൻ്റെ ദൃഷ്ടിയിൽ ഒരു ഈശ്വരവാദിയും ഒരു നിരീശ്വരവാദിയും രണ്ടു കൂട്ടരും അന്ധവിശ്വാസികളാണ്. കാരണം എന്താ? ഒരു നിരീശ്വരവാദിക്കും ഈശ്വരൻ ഇല്ലാന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇനി ഈശ്വരവാദി ആണെങ്കിൽ പോലും ഈശ്വരനുണ്ടെന്ന് ആ വ്യക്തിക്ക് തെളിയിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഫലത്തിൽ രണ്ടുപേരും ഒരേ കാറ്റഗറി അല്ലേ? അന്ധവിശ്വാസികളല്ലേ? ഈശ്വരനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയണം. നമ്മുടെ ചിന്തയിലും വാക്കിലും അതിൻ്റെ പ്രഭാവം അറിവായിട്ട് വരും. അപ്പോഴാണ് നമുക്ക് ഗുണവും ദോഷവും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുക. മനുഷ്യന്റെ വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഗുണവും ദോഷവും ഉണ്ട്. അതിൽ ഗുണത്തെയും ദോഷത്തെയും തിരിച്ചറിയാനുള്ള ബുദ്ധി മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് തിരിച്ചറിയാതെയാണ് നിങ്ങൾ ഈശ്വരനെ പോലും ഭജിക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ധവിശ്വാസിയാണ്. ഈശ്വരനെ ഭജിച്ചാലുള്ള ഗുണവും ഭജിക്കാതെ ഇരുന്നാലുള്ള ദോഷവും എന്താണെന്നുള്ളത് അനുഭവിച്ചറിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഈശ്വരനെ അറിയൂ. ഇപ്പൊ ദേവന്മാർക്ക് പോലും അറിയുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ പല പ്രാവശ്യം. കാരണം അതങ്ങനെ അറിയാൻ സാധിക്കില്ല, അനുഭവിച്ചറിയാനേ പറ്റൂ. ഇപ്പൊ പ്രത്യക്ഷത്തിൽ ഈ ഈശ്വരൻ നാരായണ മുനിയെ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിർന്നപ്പോഴാ ദേവേന്ദ്രൻ പോലും മനസ്സിലാകുന്നത്. നമ്മൾ എന്തുദ്ദേശിച്ചുകൊണ്ടാണ് ഒരാളെ തപസ് വിടാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ ഒരു വ്രതം നോറ്റുകൊണ്ടിരിക്കുന്ന ആളെ വ്രതം മുടക്കാൻ വേണ്ടിയിട്ട് പല പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായാലും അതിനെയൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കാനുള്ള ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോൾ കരഞ്ഞു വിളിച്ച് പരാതിയും കുറ്റവും പറഞ്ഞിട്ട് നടന്നാലൊന്നും ഈശ്വര സാക്ഷാത്കാരം സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ദേവേന്ദ്രന് പോലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോഴാണ്. ഇതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ അവതാരത്തിലാണെങ്കിലും ശ്രീകൃഷ്ണനെ പരീക്ഷിക്കാൻ പോയ ബ്രഹ്മാവിനും ഈ പറയുന്ന ഇന്ദ്രനും ഒക്കെ അനുഭവിച്ചറിഞ്ഞപ്പോഴാണ് തങ്ങൾ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു ഹംസരൂപം ധരിച്ച് ബ്രഹ്മാവിന് ജ്ഞാനോപദേശം കൊടുത്ത ഒരു കഥയും കൂടെ ഉണ്ട്. ഇക്കാര്യം ഏകാദശത്തിലെ 13-ാം അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ അനസൂയൽ അത്രിയുടെ മകനായിട്ട് ദത്താത്രേയനായിട്ട് അവതരിച്ചു. ബ്രഹ്മാവിന്റെ മാനസപുത്രനായിട്ട് സനൽകുമാരാദി മുനിമാരായിട്ട് പിറക്കുകയും ചെയ്തു. ഞങ്ങളുടെ പിതാവായിരിക്കുന്ന ഋഷഭയോഗിയായിട്ട് ഭവിച്ചു. ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കാനും ഇടവന്നു. അതിനും ഹയഗ്രീവനായിട്ടും അവതരിച്ചിട്ടുണ്ട്. വേദങ്ങളെ വീണ്ടെടുക്കാൻ മത്സ്യമായിട്ടും ഹയഗ്രീവനായിട്ടും അവതരിച്ചു. പൃഥു ചക്രവർത്തിയായിട്ട് അവതരിച്ചു. ഭൂമിയിൽ നിന്ന് രത്നങ്ങളും ഔഷധങ്ങളും മറ്റും കറന്നെടുത്തു. വരാഹമായിട്ട് അവതരിച്ച് സമുദ്രത്തിനടിയിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. പാലാഴി മദനത്തിൽ ആമയായിട്ടും അന്തരപർവ്വതത്തെ പൊക്കിയെടുത്തു. ശിഷ്ട സംരക്ഷണവും ദുഷ്ടശിക്ഷണവുമാണ് അവതാരങ്ങളുടെ ഒക്കെ ലക്ഷ്യം. ഇവയ്ക്കായിക്കൊണ്ട് പല അവസരങ്ങളിലും ഭഗവാൻ പല രൂപത്തിലും ഭാവത്തിലും അവതരിച്ചിട്ടുമുണ്ട്. സമുദ്രത്തിൽ വീണുപോയ ശ്രമണ ഭിക്ഷുക്കളെ രക്ഷിക്കാൻ, ആപത്തിലകപ്പെട്ട മുനിമാരെ മോചിപ്പിക്കാൻ, ബ്രഹ്മഹത്യാപാപം മൂലം ഇരുട്ടിലായിപ്പോയ ഇന്ദ്രനെ പാപമുക്തനാക്കാൻ, അസുരം ഭവനങ്ങളിൽ അകപ്പെട്ടു പോയ സ്ത്രീജനങ്ങളെ മോചിപ്പിക്കാൻ, ഇങ്ങനെ അനേകം കാര്യങ്ങൾക്കായിക്കൊണ്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ട്. ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരെ വധിച്ചു. ദേവന്മാരെ രക്ഷിക്കാൻ എത്രയോ പ്രാവശ്യം അംശാവതാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നരസിംഹമായിട്ട് ഹിരണ്യേശ്വരനെ വധിച്ചു. മഹാബലിയിൽ നിന്ന് ത്രിലോകങ്ങളും അളന്നു വാങ്ങി അതിഥിപുത്രനായിരിക്കുന്ന വാമനായിട്ട് അവതരിച്ചു. പരശുരാമനായിട്ട് അവതരിച്ചു. ദുഷ്ടക്ഷത്രിയന്മാരെ വധിക്കുകയുണ്ടായി. രാമനായി അവതരിച്ചു. സമുദ്രത്തിലെ സേതു ബന്ധിച്ച് രാവണനെ നിഗ്രഹിച്ചു. ഇനിയും യദുകുലത്തിൽ കൃഷ്ണനായി പിറന്നു. അത്ഭുത കർമ്മങ്ങൾ പലതും നിറവേറ്റാൻ പോകുന്നു. രാജാവെ,
ഈ രീതിയിലുള്ള ഭഗവാന്റെ അവതാര കഥകൾ എണ്ണമറ്റവയാണ്. ഭക്തഹൃദയങ്ങൾക്ക് പവിത്രത നേടാൻ ഇത്തരത്തിലുള്ള കഥകൾ പഠിച്ച് അതിലെ കർമ്മതത്വത്തെ അത്യന്തം രഹസ്യമായിരിക്കുന്ന ആ കർമ്മതത്വത്തെ അറിയണം. അപ്പോഴാണ് ആ അവതാരങ്ങളുടെ ധാർമ്മികമായ തത്വത്തെ മനസ്സിലാക്കി ഉപകരിക്കാൻ ഇടവരികയുള്ളൂ. അതിനാണ് ഈ അവതാര കഥകൾ പഠിക്കുക എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അവതാര കഥകൾ എന്ന് പറയുന്നത് നമ്മൾ 10 അവതാരത്തെ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂ. അതൊന്നുമല്ല, അനേക അവതാരങ്ങൾ വിവിധ ദേശത്തും വിവിധമായ ലക്ഷ്യം വെച്ചുകൊണ്ടും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് 4-ാമത്തെ അധ്യായം നമുക്കിവിടെ സമർപ്പിക്കാം. ഇതിൻ്റെ അടുത്ത ഭാഗം ഇനി ഈ നിമി നവയോഗി സംവാദം അടുത്ത അധ്യായത്തോടുകൂടി പര്യവസാനിക്കും. ഇനി 2 നവയോഗികൾ കൂടിയാണ് സംസാരിക്കുന്നത്. 7 പേര് ഇപ്പം മുനിമാർ സംസാരിച്ചു. ഇനി 2 പേരും കൂടെ അടുത്ത അധ്യായത്തോടുകൂടി നിമിയുമായിട്ട് സംവദിക്കും. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ ഹിമഗീശാ ഗോബ്രാഹ്മണേഭ്യഃ സുമസ്തൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.